കുട്ടികളെ KM ആണ്. +1 സോഷ്യോളജി ക്രിസ്മസ് പരീക്ഷയുടെ ആൻസർ കീ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ദി ഗ്രൂപ്പ്സ് ഹൂസ് ലൈഫ് സ്റ്റൈൽ ആർ ഇമിറ്റേറ്റഡ് ആർ നോൺ ആസ്. ജീവിതശൈലി അനുകരിക്കപ്പെടുന്ന സംഘങ്ങളെ ഏത് പേരാണ് വിളിക്കുന്നത്? റെഫറൻസ് ഗ്രൂപ്പാണ് ആൻസർ റെഫറൻസ് ഗ്രൂപ്പാണ്. സൂചിത സംഘമാണ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം, ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ്. റൂൾസ് ഓഫ് മാരേജ്, വിവാഹത്തിൻ്റെ നിയമങ്ങളാണ് എൻഡോഗമി ആൻഡ് എക്സോഗമി. ആൻസർ ഏതാണ്? എക്സോഗമിയാണ്. സ്വഗണ വിവാഹം, ബഹിർഗണ വിവാഹം. നേരത്തെ നാം പഠിച്ചിരുന്നു ഫോംസ് ഓഫ് മാരേജ് ആണെങ്കിൽ എന്താ വരിക? മോണോഗമി, പോളിഗമി. ഏകവിവാഹം, ബഹുവിവാഹം. ഈ പോളിഗമിയെ രണ്ടായി തരംതിരിക്കുന്നു. ഏതൊക്കെയാ? പോളിജിനി, പോളിയാൻഡ്രി. ബഹുഭാര്യത്വം, ബഹുഭർത്തൃത്വം. ഒരിക്കൽ കൂടി, വിവാഹത്തിൻ്റെ നിയമങ്ങൾ ഏതാണ്? എൻഡോഗമി, എക്സോഗമി. സ്വഗണ വിവാഹം, ബഹിർഗണ വിവാഹം. ഫോംസ് ഓഫ് മാരേജ് ആണെങ്കിൽ എന്താണ്? മോണോഗമി, പോളിഗമി. ഓക്കെ, ക്ലിയർ അല്ലേ? മൂന്നാമത്തെ ചോദ്യം, നെയിം ദി സോഷ്യോളജിസ്റ്റ് ഹു പ്രൊപ്പൗണ്ടഡ് ദി കൺസെപ്റ്റ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അല്ലെങ്കിൽ സമൂഹശാസ്ത്ര സങ്കല്പം, സമൂഹശാസ്ത്ര ഭാവന എന്നുള്ള കൺസെപ്റ്റിൻ്റെ ഉപജ്ഞാതാവിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. CW മിൽസ്, റൈറ്റ് മിൽസ് ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? കണക്ഷൻ ബിറ്റ്വീൻ പേഴ്സണൽ പ്രോബ്ലം ആൻഡ് പബ്ലിക് ഇഷ്യൂസ്. വ്യക്തിപരമായ പ്രശ്നവും പൊതുപ്രശ്നവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ക്ലിയർ അല്ലേ? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നുള്ള ഗ്രന്ഥം എഴുതിയത് 1959 CW മിൽസ് ആണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗ്രന്ഥമാണ് വൈറ്റ് കോളർ. കുട്ടികളെ, ഇന്നലെ ഇൻസ്റ്റാഗ്രാം പേജിൽ KM കോട്ടക്കൽ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ കൃത്യമായിട്ട് ഇന്ന് വരുന്ന ചോദ്യങ്ങൾ, കൃത്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ സ്റ്റോറി ഇട്ടിരുന്നു. അതേ ചോദ്യങ്ങളാണ് ഈ എക്സാമിന് ആവർത്തിച്ച് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് ഫോളോ ചെയ്യാം. +1 +2 കുട്ടികൾ മാത്രം ഫോളോ ചെയ്താൽ മതി. കൃത്യമായിട്ട് അറബിക്ക്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളായിട്ടുള്ള എല്ലാ വിഷയങ്ങളും നാം അതിൽ ചർച്ച ചെയ്യുന്നതാണ്. നാലാമത്തെ ചോദ്യം, ഷിഫ്റ്റ് ഫ്രം ഓറൽ ടു റിട്ടൺ ട്രഡീഷൻ ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് കൾച്ചർ. വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്കുള്ള മാറ്റം സംസ്കാരത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര്? ആൻസർ ഏതാണ്? വാൾട്ടർ ഓങ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ഏതാണ്? ഒറാലിറ്റി ആൻഡ് ലിറ്ററസി എന്നുള്ള ഗ്രന്ഥം എഴുതിയത് വാൾട്ടർ ഓങ് ആണ്. ഓക്കെ, ഇതിലെ ഓപ്ഷൻസ് നോക്കൂ. EB ടൈലർ, അദ്ദേഹമാണ് കൾച്ചറിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത്. മലിനോസ്കി, ഫീൽഡ് വർക്കിൻ്റെ ഫാദർ, ആന്ത്രോപോളജിയുടെ ഫാദർ, ട്രോബ്രിയാൻ ദ്വീപിൽ പഠനം നടത്തിയിട്ടുള്ള വ്യക്തി, ഇങ്ങനെയൊക്കെയുള്ള വ്യക്തിയാണ് മലിനോസ്കി. മാക്സ് വെബർ, ലൈഫ് ചാൻസസുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തി. പബ്ലിക് എക്സാമിന് മാക്സ് വെബറിൻ്റെ ചിന്തകൾ പരീക്ഷയ്ക്ക് ചോദിക്കും. കൃത്യമായിട്ട് നമുക്ക് ഇതിൽ ചർച്ച ചെയ്യണം. അടുത്ത ചോദ്യം നോക്കാം. ഇൻ്റർനെറ്റ് ചാറ്റിംഗ് ഈസ് ആൻ എക്സാമ്പിൾസ് ഓഫ്. എന്താണ് ആൻസർ? ഇത് ഡയമെൻഷൻസ് ഓഫ് കൾച്ചർ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തുനിന്ന് ചോദിച്ച ചോദ്യമാണ്. ഡയമെൻഷൻസ് ഓഫ് കൾച്ചറിൻ്റെ മാനങ്ങൾ, സംസ്കാരത്തിൻ്റെ 3 മാനങ്ങൾ ഏതൊക്കെ? കൊഗ്നിറ്റീവ്, ജ്ഞാനാത്മകം; നൈതികം, നോർമേറ്റീവ്; പിന്നെയോ ഭൗതിക, മെറ്റീരിയൽ. ഇവിടെ ആൻസർ ഏതാണ്? ഇൻ്റർനെറ്റ് ചാറ്റിംഗ് മെറ്റീരിയലാണ്, ഭൗതികമാണ് ഇവിടെ ആൻസർ. PKMലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളോട് ഞാൻ പറഞ്ഞിരുന്നു ഈ ചോദ്യം എന്തായാലും വരുമെന്നുള്ളത്. ഓക്കെ, ആറാമത്തെ ചോദ്യം എന്താണ്? സോഷ്യോളജിസ്റ്റ് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഗവേഷണത്തെയും തന്നെയും നോക്കിക്കാണുക. അപ്പോൾ ഗവേഷണത്തെ മറ്റുള്ളവരുടെ കണ്ണിലൂടെ നോക്കിക്കാണുന്നതിന് ഏത് പേരാണ് വിളിക്കുന്നത്? സെൽഫ് റിഫ്ലെക്സിവിറ്റി. കൃത്യമായിട്ട് പറഞ്ഞു തന്നിരുന്നു എക്സാമിന് ചോദിക്കുന്നുള്ളത്. അതേപോലെ ട്രയാങ്കുലേഷൻ, ത്രികോണ മാപ്പിനും ചോദിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ കൃത്യമായിട്ട് പറഞ്ഞ മറ്റൊരു കാര്യമാണ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി, ഇല്ലേ? പിന്നെയോ സോഷ്യൽ ഗ്രൂപ്പ് എന്താണ്? essay വരുമെന്ന് പറഞ്ഞിരുന്നു. എൻവിറോൺമെൻറ്റൽ പ്രോബ്ലംസ് essay വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അടുത്ത ചോദ്യം, പൊസിഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻ എ ഗ്രൂപ്പ് ഓർ സൊസൈറ്റി ഈസ് കോൾഡ്. ഒരു വ്യക്തിക്ക് ഒരു സംഘത്തിലോ സമൂഹത്തിലുള്ള സ്ഥാനത്തെ സ്റ്റാറ്റസ് എന്നാണ് പറയുക, പദവി എന്നാണ് പറയുക. എട്ടാമത്തെ ചോദ്യം എന്താണ്? സമൂഹം അംഗങ്ങളുടെ മേൽ സാമൂഹിക സമ്മർദ്ദം ചെലുത്തുന്നു.
സമൂഹത്തിൻ്റെ ഘടന വ്യക്തിയുടെ പ്രവർത്തനത്തെ പരിമിതപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഈ കൺസെപ്റ്റ് ആരുടേതാണ്? എമിലി ദുർഖെയിമിൻ്റേതാണ്. നമ്മളോട് ഒരു എക്സാമ്പിളൊക്കെ പറഞ്ഞിരുന്നു. ഒരു വാതിൽ തുറക്കുന്ന ഒരു എക്സാമ്പിൾ, ഒരു റൂമിൻ്റെ എക്സാമ്പിൾ. ഒരു റൂമിന് നിരവധി വാതിലുകളും ജനാലകളും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? 9ാമത്തെ ചോദ്യം, താഴ്ന്ന വർഗത്തിൽപ്പെട്ട അയൽപ്പക്കങ്ങൾ ഉയർന്ന വർഗമായോ മധ്യവർഗമായോ മാറാം. അതിൻ്റെ ആൻസർ ഏതാണ്? ജെൻട്രിഫിക്കേഷനാണ്, കുലീനവൽക്കരണമാണ്. ഓക്കെ. 10ാമത്തെ ചോദ്യത്തിന് ആൻസർ ഗ്ലോബൽ വാർമിംഗ് ആണ്, ആഗോള താപനമാണ് ആൻസർ. ഹരിതഗ്രഹവാതങ്ങൾ പുറന്തള്ളുന്ന വഴി അന്തരീക്ഷ താപനില ഉയരുന്ന പ്രതിഭാസമാണ് ഗ്ലോബൽ വാർമിംഗ്. എന്നാൽ നിങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ, എക്സാമ്പിൾസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഹരിതഗ്രഹവാതകങ്ങൾക്ക് ഉദാഹരണമായിട്ടുള്ള വാതകങ്ങൾ ഏതൊക്കെയാ? പറയൂ, ഒന്ന് കമൻറ്റ് ചെയ്യും. 11ാമത്തെ ചോദ്യം 2 മാർക്കിനാണ്. മോഡേൺ സ്റ്റേറ്റിൻ്റെ പ്രത്യേകതകളാണ് ചോദിക്കുന്നത്. ആധുനിക രാഷ്ട്രത്തിൻ്റെ സവിശേഷതകൾ. ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്, ദേശീയത, നാഷണാലിസം. മറ്റ് 2 എഴുതാനുള്ളത്, സോവറിൻറ്റി, പരമാധികാരം. പിന്നെയോ സിറ്റിസൺഷിപ്പ്. ഓക്കെ, സിറ്റിസൺഷിപ്പ് ഏതൊക്കെയാണ് വരിക? പരമാധികാരം, പൗരത്വം. ആൻസർ ഏതാണ്? പരമാധികാരം, പൗരത്വം. അടുത്ത ചോദ്യം, എന്താണ് കോമൺ സെൻസ് നോളജ് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് കോമൺ സെൻസ് നോളജ്, അല്ലെങ്കിൽ സാമാന്യ ബോധജ്ഞാനം എന്നാൽ എന്താണ്? ത്രികോണമാപനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗവേഷകൻ അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൽ ഒന്നിൽ രീതികൾ ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ത്രികോണമാപനം എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ കേസ് സ്റ്റഡിയും ഇൻ്റർവ്യൂവും രണ്ടും കൂടി എന്ത് ചെയ്യാം? ഒരു ഗവേഷണത്തിൽ ഉപയോഗപ്പെടുത്താം. അപ്പോൾ റിസർച്ചർ യൂസസ് മൾട്ടിപ്പിൾ മെത്തേഡ്സ് ഇൻ ഹിസ് റിസർച്ച്. ഇതിനെയാണ് ത്രികോണമാപനം അല്ലെങ്കിൽ ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത്. 14ാമത്തെ ചോദ്യം, 2 തരം സാമൂഹിക ഐക്യദാർഢ്യത്തെ പട്ടികപ്പെടുത്താനാണ്. സോഷ്യൽ സോളിഡാരിറ്റി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 ടൈപ്സ്. ഏതൊക്കെയാ? മെക്കാനിക്കൽ സോളിഡാരിറ്റി ആൻഡ് ഓർഗാനിക് സോളിഡാരിറ്റി. മെക്കാനിക്കൽ സോളിഡാരിറ്റി ആൻഡ് ഓർഗാനിക് സോളിഡാരിറ്റി. ഓക്കെ. യാന്ത്രിക ഐക്യദാർഢ്യം, ജൈവിക ഐക്യദാർഢ്യം. സോഷ്യോളജിയുടെ ഇഷ്ട ചോദ്യമാണ് മെക്കാനിക്കൽ സോളിഡാരിറ്റിയും ഓർഗാനിക് സോളിഡാരിറ്റിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ജൈവിക ഐക്യദാർഢ്യവും യാന്ത്രിക ഐക്യദാർഢ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ആദ്യം മെക്കാനിക്കൽ സോളിഡാരിറ്റി നമുക്ക് നോക്കിയാലോ. ജൈവിക ഐക്യദാർഢ്യം, സീൻ ഇൻ സിമ്പിൾ സൊസൈറ്റീസ്. ഇത് കാണപ്പെടുന്നത് ലളിത സമൂഹത്തിലാണ്. ഓർഗാനിക് സോളിഡാരിറ്റിയിൽ സീൻ ഇൻ മോഡേൺ സൊസൈറ്റി, അല്ലേ, ആധുനിക സമൂഹത്തിലാണ് ഇത് കാണപ്പെടുന്നത്. മെക്കാനിക്കൽ സോളിഡാരിറ്റിയിൽ സ്മോൾ പോപ്പുലേഷൻ, ഓർഗാനിക് സോളിഡാരിറ്റിയിൽ ലാർജ് പോപ്പുലേഷൻ. മെക്കാനിക്കൽ സോളിഡാരിറ്റിയിൽ ഹോമോജിനിറ്റി, ഓർഗാനിക് സോളിഡാരിറ്റിയിൽ ഹെറ്ററോജിനിറ്റി. ചുരുക്കത്തിൽ യാന്ത്രിക ഐക്യദാർഢ്യം കാണപ്പെടുന്നത് ലളിത സമൂഹത്തിലാണ്. അവിടെ ചെറിയ ജനസംഖ്യയാണുള്ളത്, ഒരേപോലെയുള്ള ജീവിത രീതിയാണുള്ളത്, അതായത് ഹോമോജിനിറ്റി. പേഴ്സണൽ റിലേഷൻഷിപ്പാണുള്ളത്, റെപ്രസീവ് ലോസ് ആണുള്ളത്. ഓക്കെ. ഓർഗാനിക് സോളിഡാരിറ്റിയിൽ അതിൻ്റെ പ്രത്യേകത ഇത് കാണപ്പെടുന്നത് ആധുനിക സമൂഹത്തിലാണ്. ലാർജ് പോപ്പുലേഷനാണ് അവിടെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വളരെയധികം ജനസംഖ്യ കൂടുതലാണ്. ഹെറ്ററോജിനിറ്റി, വളരെയധികം വ്യത്യസ്തതകൾ കൂടുതലാണ്. ഇമ്പേഴ്സണൽ റിലേഷൻഷിപ്പാണ്, റെസ്റ്റിറ്റ്യൂട്ടീവ് ലോസ് ആണ്. ഇങ്ങനെ ഒരു 5-6 കാര്യങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം കുട്ടികളെ. 15ാമത്തെ ചോദ്യം, എന്താണ് റിസ്ക് സൊസൈറ്റി? അപകട സാധ്യതയുള്ള സമൂഹത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാണ്. ദി ടേം റിസ്ക് സൊസൈറ്റി ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഉൾറിച്ച് ബെക്ക് ആൻഡ് ആൻ്റണി ഗിഡൻസ്, അല്ലേ. ഉൾറിച്ച് ബെക്ക്, ആൻ്റണി ഗിഡൻസ് എന്നീ സോഷ്യോളജിസ്റ്റുകളാണ് റിസ്ക് സൊസൈറ്റീസ് എന്നുള്ള ടേം അതിൻ്റെ ഉപജ്ഞാതാക്കൾ. പിന്നെ ഒരു പോയിന്റ് കൂടി എഴുതാം, എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ എഴുതാം. റിസ്ക് സൊസൈറ്റീസ് ആർ ദി സൊസൈറ്റീസ് വെർ ആക്സിഡൻറ്റ്സ് ക്യാൻ ഹാപ്പൻ അറ്റ് എനി ടൈം ആസ് എ റിസൾട്ട് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, അല്ലേ. ഇൻഡസ്ട്രിയലൈസേഷൻ്റെ, വ്യവസായിക വിപ്ലവത്തിൻ്റെ, വ്യവസായികവൽക്കരണത്തിൻ്റെ ഫലമായി ഏത് സമയവും അപകടം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തെ റിസ്ക് സൊസൈറ്റീസ് എന്ന് പറയാം. ഒരിക്കൽ കൂടി, വ്യവസായവൽക്കരണത്തിൻ്റെ ഫലമായി ഏത് സമയവും അപകടം സംഭവിച്ചേക്കാവുന്ന സമൂഹത്തെ എന്ത് പറയാം? റിസ്ക് സൊസൈറ്റീസ് എന്ന് പറയാം. എക്സാമ്പിൾ പറഞ്ഞോ, ചെർണോബ് ഡിസാസ്റ്റർ പറയാം, ഭോപ്പാൽ ഡിസാസ്റ്റർ പറയാം, അതേപോലെ മാഡ് കൗ ഡിസീസസ് പറയാം. ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. കുട്ടികളെ, ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ. ചേരുംപടി ചേർക്കാനുള്ള ഈ ചോദ്യം നോക്കൂ നിങ്ങൾ. ഫീൽഡ് വർക്ക്, ഇതുമായി ബന്ധപ്പെട്ട വ്യക്തി, ഫീൽഡ് വർക്കിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി മൽനോസ്കിയാണ്. ട്രോബ്രിയാൻ ദ്വീപിലാണ് അദ്ദേഹം ഫീൽഡ് വർക്ക് നടത്തിയിട്ടുള്ളത്.
മെത്തഡോളജിക്കൽ ഇഷ്യൂസ്, രീതിശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ടത് ഏതാണ്? വസ്തുനിഷ്ഠത, ഒബ്ജക്റ്റിവിറ്റിയാണ്. ഗോൾഡൻ ബൗ, അദ്ദേഹത്തിൻ്റെ ഗോൾഡൻ ബൗ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഡൻ ബൗ പറഞ്ഞോളൂ. ജെയിംസ് ഫ്രേസർ. ഓക്കെ. അതേപോലെ സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി. സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി എന്നുള്ള ഗ്രന്ഥമാരുടേതാണ്? വില്യം ഫൂട്ട് വൈറ്റിൻ്റെതാണ്. വില്യം ഫൂട്ട് വൈറ്റ്. ഗ്രാമ ഉന്നമന പരിപാടി അത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇതാണ് ആൻസർ. ഒരിക്കൽ കൂടി: ഫീൽഡ് വർക്ക്, മലിനോസ്കി. രീതിശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, വസ്തുനിഷ്ഠത, ഗോൾഡൻ ബൗ എന്നുള്ള ഗ്രന്ഥം എഴുതിയത് ജെയിംസ് ഫ്രേസർ. സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി എന്നുള്ള ഗ്രന്ഥം എഴുതിയത് വില്യം ഫൂട്ട് വൈറ്റ്. വില്ലേജ് അപ്ലിഫ്റ്റ് പ്രോഗ്രാംസ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗാന്ധിജി. ഗ്രാമോന്നമന പരിപാടി ഗാന്ധിജി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാത്തതോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. അതേപോലെ KM കോട്ടക്കൽ എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജ്, അതുകൂടി നിങ്ങൾ ഫോളോ ചെയ്യുക.